നമസ്കാരം. കാശ്മീരിലെ പഹൽഗമയിൽ നടന്ന ആ ഒരു വെടിവെപ്പ് ഭീകര ആക്രമണം കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും നല്ലതുപോലെ ഒന്ന് ഞെട്ടിയില്ലേ? ശരിക്കും നമ്മൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി. പക്ഷെ അതിലും ഭയങ്കരമായി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകൾ നോക്കിയാൽ മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി, വഴക്ക്, വിവാദം. നിന്റെ ആൾക്കാരാണ് അത് ചെയ്തത്, നിന്റെ ആൾക്കാരാണ് ഇത് ചെയ്തത്. ഇത് പറഞ്ഞു പറഞ്ഞ് തമ്മിലടി. ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരവാദം നടത്തിയവരും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യയിലുള്ളവരെ തമ്മിൽ തല്ലിപ്പിക്കുക, ഇവരെ എങ്ങനെയെങ്കിലും രണ്ടാക്കി മാറ്റുക, അടി ഉണ്ടാക്കുക, ലഹള ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഇവന്മാരും ഉദ്ദേശിച്ചത്. ഈ ഒരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ, അത് ഹിന്ദിക്കാരായിക്കോട്ടെ, ഹിന്ദി ചാനൽ എടുത്താലും ഇംഗ്ലീഷ് ചാനൽ എടുത്താലും മലയാളം, തമിഴ് ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഈ വിവാദം മാത്രമേ ഉള്ളൂ. നിന്റെ ആൾക്കാരാ അത് ചെയ്തത്, മറ്റവന്റെ ആൾക്കാരാ ഇത് ചെയ്തത്. ഇത് മാത്രമേ ഉള്ളൂ. ഒന്നിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ മന്ദബുദ്ധികളായ മനുഷ്യർക്ക് അറിയില്ല. ഇതുപോലെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭീകരന്മാർ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് ഇവറ്റകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരവിടെ ഓരോരുത്തരെ കൊന്നപ്പോഴും അവരുടെ ID കാർഡ് പരിശോധിക്കുകയും മുസ്ലിം ആണോ അല്ലെങ്കിൽ നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ഓരോരുത്തരെയും വെടിവെച്ച് കൊന്നിട്ട് ഒരു പെണ്ണിനോട്, ഒരു സ്ത്രീയോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുന്നില്ല, നീ നിന്റെ മോദിയോട് പോയി പറ. അപ്പം ഇവൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുവാണേ. ഹിന്ദുക്കളെ മാറ്റി നിർത്തി കൊല്ലുന്നു, മുസ്ലിം ആയിട്ടുള്ളവരെ കൊല്ലുന്നില്ല. അപ്പൊ ഇത് പുറത്തു പോയി പറയുമെന്ന് ബുദ്ധിമാന്മാരായ ആ ഭീകരന്മാർക്കറിയാം. നീ നിന്റെ മോദിയോട് പോയി പറയാം. അപ്പൊ ഇവള് പുറത്തു പോയി പറഞ്ഞാൽ എന്താണ് പറയുക? ഹിന്ദുക്കളെ മാറ്റി നിർത്തി ഇവര് സെപ്പറേറ്റ് ചെയ്ത് കൊല്ലുന്നു. അത് പുറത്ത് ന്യൂസ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ അത് ഏറ്റെടുത്തോളും. ഗുണ്ടകൾക്ക് ബുദ്ധിയുണ്ട്. നമ്മളെ പോലുള്ള മന്ദബുദ്ധികളല്ല ഇവന്മാര്. അവന്മാര് ബുദ്ധിപരമായിട്ടാ ചിന്തിച്ചത്. നമ്മളെ പോലുള്ളവർ ഇത് ഏറ്റെടുത്തിട്ട് നിന്റെ ആൾക്കാരാ തമ്മിൽ അടിയായി, യുദ്ധമായി. അങ്ങനെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയുടെ അതിർ രാജ്യങ്ങളിലും ഒത്തിരി വൈരാഗ്യമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും നുഴഞ്ഞ് ഇന്ത്യയിൽ കയറാനും ഇന്ത്യനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാർ വേറെയും രാജ്യങ്ങളിലുണ്ട്. തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ വഴി, ഇങ്ങോട്ട് കയറാൻ പറ്റാത്തവർക്ക് നമ്മൾ വഴി വെട്ടി കൊടുത്തോണ്ടിരിക്കുവാണ്. എങ്ങനെയെങ്കിലും നിങ്ങളിങ്ങനെ കയറി വാ ഇവിടെ അടി ഉണ്ടാക്കാനെന്ന്. അതിനുവേണ്ടിയാണ് തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേച്ചിട്ട് നമ്മൾ മലർന്നു കിടന്ന് നമ്മുടെ വായിലോട്ട് തന്നെ തുപ്പുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണെന്നും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടി വരുന്നത്. നമ്മുടെ സഹോദരങ്ങളായ സൈനികരാണ് അവിടെ കാശ്മീരിൽ നമ്മൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതെന്ന് ഓർക്കണം. എത്രയോ സൈനികരാണ് ഇതിൽ നമ്മൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത്. നമുക്കിങ്ങനെ വായിക്കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇരുന്ന് മെണമെണമെണാന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സഹോദരങ്ങളായ ഓരോരുത്തരും അവിടെ ഇന്ത്യക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പൊരുതി ജീവൻ ബലിയർപ്പിക്കുന്നുണ്ട്. അവിടെ അവര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് പൊരുതുന്നത് മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരും പറഞ്ഞുകൊണ്ടല്ല. ഇന്ത്യയാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മളെല്ലാവരും ഇന്ത്യയിലുള്ളവരാണ്. നമ്മളുടെ സ്വന്തം രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ കണ്ട തീവ്രവാദികൾ വന്ന് കയറുമ്പം അവന്മാർക്ക് ഒത്താശ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ എന്നാ പറയുന്നത്, മെസ്സേജുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മളുടെ ഇന്ത്യയുടെ കൂടെ നിൽക്കണം. അത് ഏത് പാർട്ടി ഭരിച്ചു കൊള്ളട്ടെ, BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരും ഭരിച്ചു കൊള്ളട്ടെ. പക്ഷെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളുടെ ഇന്ത്യയാണ്, മതത്തെയോ രാഷ്ട്രീയത്തെയോ അല്ല. നമ്മളുടെ ഇന്ത്യയെ, നമ്മൾക്ക് വേണ്ടി ചാവാൻ തയ്യാറായിട്ട് ആ കാശ്മീരിൽ നിൽക്കുന്ന സൈനികരെ, അവരെ വേണം നമ്മൾ സ്നേഹിക്കുവാൻ. അവർക്ക് വേണം നമ്മൾ പിന്തുണ കൊടുക്കുവാൻ. അല്ലാതെ ഇങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ ചെറ്റത്തരം കാണിച്ച ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ കാലു വാരിത്തേച്ച അവന്മാരെ, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നവന്മാരെയും ഇന്ത്യക്കാര് കൊല്ലണ ദിവസത്തിന് വേണ്ടി വേണം നമ്മൾ കാത്തിരിക്കാൻ. അന്ന് നമ്മൾ പടക്കം പൊട്ടി ഒന്നിച്ച് ആഘോഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോഴേ ചെളി വാരി തേച്ച് രണ്ടായിട്ട് മാറുകയല്ല വേണ്ടത്.